നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ക്വാക്ക് ഫാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്തായാലും നമ്മുടെ ഈ കൂട്ടത്തിൽ ഏറ്റവും അഹങ്കാരിയായിട്ടുള്ള ഇവനെ കൂട്ടിക്കയറ്റി കുറച്ച് കാര്യങ്ങൾ എന്തായാലും നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കും. അതിനു മുമ്പ് 2 മാസം പ്രായമായിട്ടുള്ള ഈ കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ച് കൂട്ടിലേക്ക് കയറാൻ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയിലേക്കൂടെ കടക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന് ഇവരെ കൈനീട്ടി വിളിച്ചൊക്കെ നോക്കിയെങ്കിലും ഇവരാരും വന്നില്ല. എന്നാൽ പിന്നെ കറങ്ങിപ്പോയി ഒന്ന് പേടിപ്പിച്ച് കൂട്ടിലേക്ക് കയറ്റാൻ നോക്കിയിട്ടും ഇവരാരും കയറിയതുമില്ല. എന്നാൽ പിന്നെ ഈ തടിക്കഷ്ണത്തിൻ്റെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് ഞാൻ അത് മാറ്റിയിട്ട് അവിടെ ഒരു പലകയൊക്കെ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ആകർഷിക്കാൻ വേണ്ടി കുറച്ച് തീറ്റയൊക്കെ വിതറി ഇട്ട് കൊടുത്തിട്ട് മിണ്ടാതെ ബാക്കിലേക്ക് മാറി അവിടെ പോയി ഇരുന്ന് നോക്കി. എത്ര പേര് വന്ന് കയറും കയറില്ല എന്നറിയാൻ വേണ്ടിയിട്ടാണ് മാറി ഇരുന്ന് നോക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നോക്കിയിരുന്നപ്പോഴത്തേക്ക് താഴെ വീണ് കിടക്കുന്ന തീറ്റകളെല്ലാം തിന്ന് മടുത്തപ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് ഒരാൾ മുകളിലേക്ക് കയറിപ്പോയി. അത് ഒരാൾ പോകുന്ന കണ്ടപ്പോഴത്തേക്ക് വാലെ അടുത്ത ആൾ കയറിയെങ്കിലും മൂന്നാമത്തെ ആൾ കയറിപ്പോയ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എന്തായാലും എല്ലാവരും കൂട്ടിലേക്ക് കയറ്റി അടച്ചു നോക്കിയപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഈ 2 കൂട്ടിലുമായിട്ട് 12 കോഴി കുഞ്ഞുങ്ങളേ ഉള്ളൂ. മൊത്തത്തിൽ നമുക്ക് 15 പേരുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഒരാളെ കീരി പിടിച്ച് നമുക്ക് നഷ്ടമായി. അങ്ങനെ മറ്റ് 2 പേര് എന്ത് ചെയ്യുമെന്നും കരുതി നമ്മൾ അവിടെ എല്ലാം പരതി നോക്കിയപ്പോഴാണ് കാണുന്നത് വലിയ കൂട്ടിൽ വലിയ ആൾക്കാരോടൊപ്പം പോയി തീറ്റ അടിച്ചു മാറ്റി തിന്നാനായിട്ട് അവർ ആ കൂട്ടിലേക്ക് ഇരിക്കുന്നതാണ് കണ്ടത്. അവിടെ എല്ലാം കൊത്തിപ്പറക്കി നടക്കുന്നത് കണ്ടു. അങ്ങനെയാണെങ്കിൽ അവിടെ നിൽക്കുന്ന എല്ലാവരെയും കൂടെ നിങ്ങൾ ഓരോരുത്തരുമായി ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതി. ഇതാണ് കേട്ടോ നമ്മുടെ മുതിർന്ന കുറച്ച് സ്ത്രീ ജനങ്ങൾ, അന്തർജനങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാരണവരായിട്ടുള്ള ഇദ്ദേഹം ഇവിടെ എല്ലാം കറങ്ങി നടപ്പുണ്ട്. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് കാരണവർ വന്ന് ഒന്ന് പോസ് ചെയ്യാനൊക്കെ ഒന്ന് ശ്രമിച്ചെങ്കിലും അന്തർജനങ്ങളൊന്നും അദ്ദേഹത്തിനെ വളരെയധികം ഒന്നും മൈൻഡ് ചെയ്തില്ല. എന്നിരുന്നാൽ തന്നെ ഇവരുടെ എല്ലാം ഒരു ഓവറോൾ സംരക്ഷണവും ഇവർക്കൊക്കെ തീറ്റ മേടിച്ച് കൊടുക്കുന്ന ചെകഞ്ഞ് കൊടുക്കുന്ന മെയിൻ ഉത്തരവാദിത്വം ഈ നമ്മുടെ കാരണവരുടെയാണ്. അങ്ങനെ എന്തായാലും കാരണവർ അവിടെ നിൽക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തി. ഇവനാണ് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന കാരണവർ. ഇവനാണ് ഏറ്റവും കൂടുതൽ പ്രായവും. അതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കിയപ്പോഴാണ് കുറച്ച് അന്തർജനങ്ങൾ പുറത്തേക്ക് നോക്കി വായും കീറി നിൽക്കുന്നത് കണ്ടത്. എന്തോ കാര്യമായി നോക്കിയിരിക്കുന്ന പോലെ നമുക്കൊന്ന് തോന്നും, പക്ഷേ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്നാൽ എൻ്റെ വീഡിയോ എടുക്കുകയാണോ എന്നും കരുതിയിട്ട് ഒരാൾ പെട്ടെന്ന് അവിടെ നിന്ന് തലയൊക്കെ തിരിഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇദ്ദേഹം വളരെ ചെറുതാണ്. മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇദ്ദേഹം വളരെ ചെറുതാണെങ്കിൽ മുട്ടകളൊക്കെ കൃത്യമായിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് വീണ്ടും നമ്മൾ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് 2 സുന്ദരി കോതകൾ ബ്രൂട്ടീഷൻ ചെയ്യുന്നതും കണ്ടു. അവരുടെ തൂവലൊക്കെ കൊത്തി മിനുക്കി റെഡിയാക്കി ലെവലാക്കി വെക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഇതിനെല്ലാം ശേഷമാണ് നമ്മൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള യൂത്തനായിട്ടുള്ള തലവേദനക്കാരനെ പിടിച്ച് കൂട്ടിലേക്ക് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിനു മുമ്പ് നമ്മൾ ഈ പരിചയപ്പെടുന്നതെന്ന് പറയുന്നത് നമ്മുടെ വാഴ നമ്പർ 2 ആണ്. മുന്നേ നമുക്ക് വാഴ എന്ന് പറഞ്ഞൊരു പൂവനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇരിക്കുന്നവനാണ് ഇദ്ദേഹം. ഇവനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. വല്ലപ്പോഴും വന്നാൽ വന്നു, കഴിച്ചാൽ കഴിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇവനാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ഇന്നത്തെ കഥാനായകൻ. ഈ ഒറ്റൊരുത്തൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ 2ാം തലമുറയിലുള്ള പൂവന്മാരൊന്നും കൂട്ടിൽ കയറാത്തത്. ഇവനെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കേട്ടോ. ആൾ വളരെ ചെറുതാണെങ്കിലും വെറും 2-2.5 കിലോ മാത്രമേ തൂക്കം വരുള്ളെങ്കിൽ ആളുടെ ഒരു അംഗവാലും തൂവലും ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല അഗ്രസീവാണ്, അതോടൊപ്പം തന്നെ വളരെയധികം ഹെൽത്തിയുമാണ്. അപ്പം നമ്മൾ ഫാമിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഇവൻ്റെ ഒരു ആരോഗ്യം, ഇവൻ്റെ ഒരു ചുറുചുറുക്കും, അതോടൊപ്പം തന്നെ നേരത്തെ കാണിച്ച വാഴയെ പോലെയുള്ള ഒരു തൂക്കവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൂവന്മാരെ എല്ലാം കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ കിട്ടാനൊരു സാധ്യതയുണ്ട്. തൂക്കത്തിനാണല്ലോ നമ്മൾ എന്തായാലും കോഴികളെ കൊടുക്കുന്നത്. എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത പൂവൻ കോഴികളെല്ലാം നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായി പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് വീണ്ടും വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ കോഴി വളർത്തലിൽ നമുക്ക് മുന്നേറാനും ഒരു പ്രചോദനം നൽകുന്നത്. താങ്ക് യു സോ മച്ച്.